ഓം ശാന്തി. കുറേ പരിശ്രമിച്ചിട്ടും പല രീതിയിലുള്ളതായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും ഞാൻ 2-3 ടെക്നിക്സൊക്കെ ഒന്നിപ്പിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിക്കൊണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ വിഷ്വലൈസേഷൻ ടെക്നിക്കിൽ മനസ്സിന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ആ കാര്യത്തെ കാണാൻ പറ്റാതാകുമ്പോൾ ബുദ്ധിയും മനസ്സും രണ്ടും ഏകാഗ്രമാക്കിക്കൊണ്ട് അത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിൽ ജീവിക്കുന്ന നിമിഷങ്ങളെയാണ് യഥാർത്ഥമായിട്ടുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിത്രം കാണും, എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു, ഞാൻ കസേരയിലിരിക്കുന്നു, തിരിയുന്ന കസേരയാണ്, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നു, സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അത് ക്ലിയർ അല്ലാത്തതായിരിക്കുന്ന ചിത്രങ്ങൾ വിഷൻ കാണുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ ഫീലിംഗ്, ആ ഒരു പദവിയിലിരിക്കുമ്പോൾ ആ കസേരയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ്, നമ്മുടെ മുഖം, നമ്മുടെ ഭാവം, വാക്കുകൾ, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ഊർജം, അതിൻ്റെ ഫീല്, ഇങ്ങനെ മൈന്യൂട്ടായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ആ ലോകത്തേക്ക് അങ്ങ് അഡാപ്റ്റഡ് ആയിപ്പോവും, അതിലായിപ്പോവും. ഞാൻ ഏതോ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ലേഡിയെക്കുറിച്ച് വായിച്ചപ്പോൾ സപ്പോസ് അവരങ്ങ് അത്തരത്തിൽ അവരുടെ ഡ്രീമിൽ, അവരുടെ ലൈഫിലുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഇത്തരത്തിൽ വിഷ്വൽ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയാം നമ്മുടെ ഇമാജിനേഷൻ പവർ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അസംഷൻ്റെ പവർ എന്ന് പറയാം, ഏത് പേരിട്ട് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് അലിയാൻ പറ്റണം. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവരിപ്പോൾ എവിടെയാണ്, ഞാനിപ്പോൾ എവിടെയാണ്, എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ അവർ അലിയാറുണ്ട് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ അറിയുക മാത്രമല്ല അലിയണം. അതായത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ്. ഇപ്പം ഞാൻ ഒരു കാര്യം, ഒരു റിലേഷൻ എനിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തകർന്നു പോയ എൻ്റെ പതി അല്ലെങ്കിൽ പത്നി ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സമയം, അവർ നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുകളിലെ സ്നേഹം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തുടിപ്പുകളടക്കം ആനന്ദം അനുഭവിക്കണം. ഒരു ഫിനാൻഷ്യലായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഫിനാൻഷ്യലി സൗണ്ട് ആവുന്ന സമയം നമ്മൾ നടക്കുന്ന കാൽവെപ്പുകൾ, ബോഡി പോസ്ചർ, നമ്മൾ ഫെയിലിയറായി നിൽക്കുന്ന ബോഡി പോസ്ചറും സക്സസ്ഫുള്ളായി നിൽക്കുന്ന ബോഡി പോസ്ചറും രണ്ടാണ്. അതുകൊണ്ട് സക്സസ്ഫുള്ളായിരിക്കുന്ന ബോഡി പോസ്ചർ, നമ്മുടെ കണ്ണുകളിലെ ദൃഢത, അതിനുള്ള ശക്തി, നമ്മുടെ മനസ്സിൻ്റെ ഫീലിങ്സ്, ഇങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ട് വിഷ്വൽ ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രൂത്താണ്, നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു കാര്യത്തെ കൂടുതൽ പവർഫുള്ളായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്, ജേണൽ എഴുതുക എന്നുള്ളതാണ്. അത് എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് 2 നോട്ട്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കുന്ന ഇൻ ബിറ്റ്വീനതായിട്ടുള്ള ഇൻസുലേഷൻ്റെ ഉള്ളിൽ മുഴുവൻ നിങ്ങളത് എഴുതി ഈ രീതിയിൽ ഓരോ പോയിൻറ്റും, ഈവൻ നമ്മുടെ വീട് കാണുകയാണെങ്കിൽ എൻ്റെ ബെഡ്റൂമിലുള്ളതായിട്ടുള്ള കട്ടിൽ, ആ കട്ടിലുമ്പോൾ വിരിച്ചതായിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ കളറ്, ആ കട്ടിലിൻ്റെ ഡിസൈൻ, അതിൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത്, ഞാൻ ആ സമയത്ത് അതും ഇരിക്കുകയാണ് എങ്കിൽ അതിൻ്റേത്, കിടക്കുകയാണെങ്കിൽ ഞാൻ പുതയ്ക്കുന്ന പുതപ്പ്, അവിടുത്തെ ടെമ്പറേച്ചർ, AC ഉണ്ടെങ്കിൽ അത്, ഫാനാണെങ്കിൽ ഫാന്, ഇങ്ങനെ ആ ചുമരിൻ്റെ കളറ്, ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ബെഡ്റൂമിലെ ലൈറ്റിൻ്റെ കളറ്, ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റിനെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ട് അനുഭവിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിലേക്ക് നമ്മൾ അങ്ങ് വലിക്കപ്പെട്ടു പോകും. ആ രീതിയിൽ കണ്ടിട്ട് എഴുതാൻ കൂടി തുടങ്ങിയാൽ, നമ്മുടെ കൈകൾ കൊണ്ട് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വളരെ പവർഫുള്ളായിട്ട് ആക്റ്റീവ് ആവും. അതിനെ സംബന്ധിച്ചിടത്തോളം നടന്ന് അനുഭവിച്ച് സത്യമാണ് എന്നൊരു ഫീൽ എനർജി നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതിനൊരിക്കലും നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നടക്കില്ല. ഈ അടുത്ത കാലത്തൊക്കെ എഴുതുന്ന കാര്യത്തിൽ മൊബൈലിൽ എഴുതിയാൽ പോലെയും ചോദിക്കുക ആൾക്കാർ. മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു 60% എക്സ്ട്രാ റിസൾട്ട് പേപ്പറും പെന്നും എടുത്തുകൊണ്ട് കാലിയായ ഒരു പേജിൻ്റെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കയറും. കാരണം അവിടെ തീർച്ചയായിട്ടും ന്യൂറോ സയൻസ്, റെക്ടിക്കുലർ ഫോർമേഷൻ നടക്കാൻ പോലും ഇത് സഹായിക്കും. ആ രീതിയിൽ നമ്മുടെ ന്യൂറോൺ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ അതിൽ തന്നെ ജീവിക്കുകയാണ്, അതിൽ നടക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഒരു കാർ ഓടിക്കുന്ന സമയത്ത് ആദ്യത്തിൽ ഓടിക്കുമ്പോൾ നമുക്കതിന് റിസ്ക്കും, കുറച്ച് കഴിഞ്ഞാൽ കാറ് നമ്മൾ പന്നനി പോട്ടെ എന്ന് പറയുന്നു, കാറിൽ ചാവിട്ട് വണ്ടി തിരിച്ചെടുക്കുമ്പോൾ തന്നെ കൈകൊണ്ട് യാത്ര ടാറ്റ പറയുന്നു, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ഇത് എടുക്കട്ടെ തിരിക്കട്ടെ
തിരിക്കട്ടെ ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ വരാത്തതുപോലെ ആ ഒരു കാര്യത്തെ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിനെയാണ് ഞാൻ കാണുന്നതെങ്കിൽ ആ വീട്ടിലെത്തി ഞാൻ ഇരുന്നു. അതല്ല ഞാൻ എൻ്റെ ജോലിയാണ് കാണുന്നതെങ്കിൽ അവിടുത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അത്തരത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ പോലും അങ്ങനെയുള്ളതായിട്ടുള്ള ന്യൂറോൺ പാത്വേസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം സത്യമായി. അത് സത്യമായോ, നമ്മുടെ വൈബ്രേഷൻ ആ ടൈപ്പായോ എങ്കിൽ നിങ്ങൾ പുറത്ത് വിടുന്ന വൈബ്രേഷൻ എന്തോ അത് നിങ്ങളിലേക്ക് വരും. വാടക വീട്ടിൽ താമസിക്കുകയല്ലേ, എന്നും വാടക വീടല്ലേ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, എല്ലാവർക്കും വീടുണ്ട്, എനിക്കെന്താ വീടില്ലാത്തേ എന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വീട് വരാൻ പ്രയാസമായിരിക്കും. മറ്റൊരാളുടെ വീടിന് ഇനാഗുറേഷൻ കാണുമ്പോൾ എനിക്ക് അവരോട് യാതൊരു അസൂയയും ഇല്ല, പക്ഷേ എനിക്കിങ്ങനൊന്നും ആയില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അസൂയേൻ്റെ വേറൊരു ഭാവമാണ്. അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ സന്തോഷം വരാൻ വൈകിപ്പോകും. അതുകൊണ്ട് ഇത്തരത്തായിട്ടുള്ള എല്ലാ ഫീലിങ്സിനെയും മാറ്റിവെച്ചുകൊണ്ട് സങ്കടങ്ങൾക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ആ നിമിഷങ്ങളിൽ ജീവിക്കാൻ തുടങ്ങാം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കുന്ന കാര്യം ഈ ഒരു 7 ദിവസം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നുള്ള സമയത്ത് കുളിച്ച് ഫ്രഷായി ഈശ്വരന് കത്തെഴുതി മനസ്സിലെ ഭാരങ്ങളെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ മാറ്റി ദൂരേക്ക് വെച്ചുകൊണ്ട് അതിലെല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ഭഗവാന്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്ത് എനർജി എടുത്ത് ടോട്ടൽ പ്രിപ്പയർഡ് ആവുക. നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാം ഫുൾ സ്റ്റോപ്പായി. അന്നത്തെ ഭാരം നിങ്ങൾ എഴുതി നോക്കിക്കോളൂ. ഭഗവാന് കത്തെഴുതുന്നതോട് കൂടിയിട്ടുണ്ടല്ലോ മനസ്സിനുള്ളിൽ ആ ഭാരം അങ്ങ് ഇല്ലാതാവും. ആ ഭാരത്തെ അങ്ങ് മാറ്റി ഇറക്കി വെച്ചു, പിന്നെ ക്ലിയറായി. അപ്പോൾ നമ്മൾ ചോദിക്കും ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, ഡു മെഡിറ്റേഷൻ. ഭഗവാന്റെ അടുത്ത് എനർജി എടുത്തു, കറണ്ട് എടുത്തു, നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ജേണൽ എഴുതുന്നതായിട്ടുള്ള ബുക്ക് അത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇത് എഴുതാൻ വേണ്ടിക്കൊണ്ട് എന്തോ എഴുതുന്നൊരു ബുക്കിൻ്റെ ഒരു ഭാഗം എടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് ഒരു ചെറിയ ബുക്ക്, ഒരു നോട്ട് ബുക്ക്, നല്ല ഡയറി പറ്റുമെങ്കിൽ, ഭംഗിയുള്ള ഡയറി പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എഴുതാനെടുക്കുന്ന നല്ലൊരു പെന്ന്, അതെന്തായാലും റെഡ് കളർ വേണ്ട, അത് ഒന്നുകിൽ ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ളതായിട്ടൊരു പെന്ന് എടുക്കുക. എന്നിട്ട് ഭംഗിയായിരിക്കുന്ന ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി തീർക്കാൻ വേണ്ടി ഫാസ്റ്റായിട്ട് ടട്ടേന്ന് എഴുതി തീർക്കരുത്. എഴുതുന്ന സമയത്ത് ഫീൽ ചെയ്ത് അനുഭൂതി ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഈ 7 ദിവസത്തിനൊരു മാറ്റം എനിക്കുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യത്തിന് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതുക. തുടക്കത്തിൽ എഴുതുക. ധനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ് എന്ന് എഴുതിയിട്ട് തുടങ്ങുക നമ്മുടെ. അത് കഴിഞ്ഞ ശേഷം എന്താണോ നിങ്ങളുടെ എത്ര പൈസയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പൈസ, ആ സ്റ്റേജ്, പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് മാത്രം എഴുതരുത്. ബിക്കോസ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതിന് ഒരു ലിമിറ്റും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ചിന്ത ഒരിക്കലും ജീവിച്ച് നമ്മുടെ അടുത്ത് വരില്ല. അതുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ ആ കൃത്യമായിരിക്കുന്ന എമൗണ്ട് ആദ്യത്തിൽ എഴുതുമ്പോൾ വലിയ എമൗണ്ട് എഴുതിയിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കാതെ പിന്നെ ടെൻഷൻ അടിക്കരുത്. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ എഴുതി നോക്കൂ. എന്നിട്ട് എഴുതിയിട്ട് അത് നിങ്ങൾക്ക് കിട്ടി ആ പൈസ കിട്ടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം, ആ സന്തോഷമൊക്കെ എഴുതിക്കൊണ്ട് അതെന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് നിങ്ങൾ ആ പൈസയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട്, അത് അനുഭവിക്കുന്നതായിട്ട്, അത് ആസ്വദിക്കുന്നതായിട്ടൊക്കെ വിശദമായിട്ട് അലിഞ്ഞിരുന്ന് എഴുതുക. അത് കഴിഞ്ഞ ശേഷം അതിന് താഴെ എഴുതുക, ധനം എളുപ്പത്തിൽ വളരെ വേഗത്തിൽ അനായാസമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു എഴുതിക്കൊണ്ട് നിങ്ങൾ ആ ജേണലിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ധനത്തിനെ കുറിച്ചാണെങ്കിൽ, ആരോഗ്യത്തിനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആരോഗ്യത്തിൻ്റെ, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ഈശ്വരീയ വരദാനമാണ് എന്ന് എഴുതുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുന്ന ഹെൽത്താണോ, ഒരാഴ്ചയ്ക്കുള്ളിൽ എത്ര ബെറ്റർമെൻ്റ് ആണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ വിശദമായിട്ട് എഴുതി ആ ആരോഗ്യമുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നത് വിഷ്വൽ ചെയ്തുകൊണ്ട് അതിനെയാണ് നമ്മൾ ജേണൽ ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും അവസാനം ഭഗവാന്റെ അനുഗ്രഹം, സുപ്രീം സർജൻ്റെ അനുഗ്രഹം എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവതിയായി. താങ്ക് യു എന്ന് പറഞ്ഞാൽ ആ ജേണലിനെ പൂർത്തിയാക്കുക. നിങ്ങളുടെ നീഡ് എന്താണോ അതിന് ആ രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ കൊടുക്കണം, എൻഡിങ് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തിൽ ജീവിച്ചുകൊണ്ട് അനുഭൂതി ചെയ്തുകൊണ്ട് അതിനെഴുതി തയ്യാറാക്കിയ ശേഷം ആ ബുക്കിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ തലയുടെ അടിയിൽ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക. അതിൽ തന്നെ കണ്ടുകണ്ട് ഉറങ്ങുക.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ എഴുതി വെച്ച സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോൾ നേടിയ ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ 7 ദിവസം തുടർച്ചയായി ചെയ്തു നോക്ക്. തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ ജേണൽ എന്ന് പറയുന്ന സാധനം നമ്മൾ എഴുതുന്നതായിട്ടൊരു പദ്ധതി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ശരീരവും മനസ്സും നമ്മുടെ ഹാർട്ട്, നമ്മൾ മറ്റേ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയും ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്സ് എന്ന് പറയും, കൈയും തലയും ഹൃദയവും എന്ന്. അതായത് ഉപബോധ മനസ്സും നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈകളും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുകയും അത് വളരെ വേഗത്തിൽ ശക്തമായ പ്രകമ്പനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ആ ഡ്രീം നിങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.